അസ്സലാമലൈക്കും. കൊളസ്ട്രോളും ഡയറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ നെയ്ച്ചോറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പ്രഷർ കുക്കറും ഒരു 10 മിനിറ്റ് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ്. ബാച്ചിലേഴ്സിന് ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. കാരണം കുറച്ച് സമയം മതി. ആൻഡ് ഒരു കുക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് ആക്കിയെടുക്കാം. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഹോൾ സ്പൈസസ് എല്ലാം, കുറച്ച് ബേ ലീഫ്, ഒരു ബേ ലീഫ് ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഹോൾ പെപ്പർ, കുരുമുളക് 3-4 കാടമം, ഏലക്ക, 2-3 ചെറിയ കഷ്ണം സിന്നമൺ, പട്ട കഷ്ണങ്ങളും ഗ്രാമ്പു ഒരു 4-5 എണ്ണം. ഇത് ഇത്രയും കൂടെ നമ്മൾ ചൂടായി വരുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് ചെറുതായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചവെള്ളമാണ് ആഡ് ചെയ്യുന്നത്. 2.5 കപ്പ് നെയ്ച്ചോറിന്റെ അരി ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം 4.5 ഗ്ലാസ് വെള്ളം, 5 ഗ്ലാസ് വേണ്ട, ഇരട്ടി വെള്ളം ഞാൻ എടുത്തിട്ടില്ല. 4.5 കപ്പ് വെള്ളമാണ്. നമ്മൾ അരി അളന്ന ഏത് കപ്പിലാണോ അതേ കപ്പിൽ ഞാൻ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് 4.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് 2.5 കപ്പ് അരിക്ക് വേണ്ടിയിട്ട്. നമ്മളത് കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം 1.5 ടീസ്പൂൺ ഉപ്പ്. അതിലോട്ട് ഞാൻ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന 2.5 കപ്പ് അരിയാണിത്. അതേ കപ്പിൽ തന്നെയാണ് വെള്ളം അളന്നത്. ആ 2.5 കപ്പ് അരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം നമ്മൾ കൃത്യം ഒരു വിസിൽ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, വിസിൽ അടിച്ച ഉടനെ അടുപ്പ് ഓഫ് ചെയ്യുക. അടുപ്പ് ഓഫ് ചെയ്ത് ആവി പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നെയ്ച്ചോറ് റെഡിയാവും. നമ്മൾ സാധാരണ വറ്റിച്ചെടുത്തുണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ഈസിയാണ്. വിസിലടിക്കുന്ന ആ ഒരു ടൈം മാത്രം മതി. ഇട്ട് നന്നായിട്ട് ഇളക്കി ഒരു വിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. വിസിലടിച്ചു കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്, ആവി പോയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നോക്കാം നെയ്ച്ചോറ് ആയിട്ടുണ്ടാവും. ഇപ്പൊ ചോറായിട്ടുണ്ട്. ഇതാ കാണാം, ഒന്നൊന്നിനോട് ഒട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ട്. കുറച്ച് നെയ്യേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. സാധാരണ നമ്മൾ പറ്റിച്ചുണ്ടാക്കുന്ന അത്രയും നെയ്യ് വേണ്ട. ചോറായിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.